അവർക്കത് വേണം, അവർക്ക് അതാണ് വേണ്ടത്. പ്രൊഫഷണൽ ആവാൻ നോക്കുക. ഹലോ കൂട്ടുകാരെ, എന്റെ പൊന്നെ മെല്ലൊക്കെ പറ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ പൊന്നുവിന് 23 വയസ്സ് അങ്ങനെ കംപ്ലീറ്റ് ആയി. 23 വയസ്സുള്ള പൊന്നുമാണ് ഇപ്പോൾ. കുഞ്ഞു പൊന്നല്ല, വലിയ പൊന്നുമായിട്ടോ. പക്ഷെ പൊന്നുവിന് 23 വയസ്സെന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ 22 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയ പ്രായമായിരുന്നു. 23 വയസ്സെന്ന് പറയുമ്പോൾ വലിയ പ്രായമായിട്ട് തോന്നുന്നു പറയുന്നത്. അപ്പൊ എൻ്റെ കൂട്ടുകാരെ, ഇത്ര പേരാ എനിക്ക് എന്നെ വിഷ് ചെയ്തേ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വിഷസ് കിട്ടുന്നത്. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് എൻ്റെ പൊന്നുവിന് ഇത്രയും വിശ്വസാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു പറയണ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും അവരുടെ മോളെ പോലെ, അനിയത്തിനെ പോലെ, ചേച്ചിനെ പോലെ കണ്ട്. എങ്കിലും അങ്ങനെ പറഞ്ഞ പോലെ എല്ലാവരും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് ഞാൻ ജനിച്ച ദിവസത്തെ ഒരു ബർത്ത്ഡേ പാർട്ട്ണറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ബർത്ത് പാർട്ട്ണർ കുറേ പേരുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കുറെ ആൾക്കാർ പിന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഉള്ള ഇന്നലെ. പക്ഷെ നമുക്ക് എല്ലാവരുടെയും പേര് പറയാൻ പറ്റിയില്ല അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞത്. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് മൊത്തം ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ട്, ഇന്നലെ ബിരിയാണി എന്നിട്ട് പോത്തുപോലെ കിടന്ന് ഉറങ്ങിപ്പോയി. ഒന്നാമത്തെ വയ്യായിരുന്നു. പരവേശം രണ്ടിനും രണ്ടു നേരം കഴിഞ്ഞിട്ട് രാത്രി കിടന്നേ. ഞാൻ വിശന്നുണ്ട്. പിന്നെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേക്കാരി നമ്മൾ കഴിക്കണ്ടേ അല്ലേ? എങ്ങനെ കൂട്ടുകാരെ, ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കൂട്ടുകാരെ. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇന്ന് വൈകി എണീച്ചപ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ട് ഇന്ന് രാവിലത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുള്ള് തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ എണീച്ചപ്പോൾ തന്നെ ഹെൽത്ത് നാൾ വന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ കുഞ്ഞിനെ പെട്ടെന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാണ്ട് അവർ വന്നൂലടാ, പെട്ടെന്ന് വന്നു. ഹലോ, ഞങ്ങൾ താഴെയുണ്ട്. ആര് പറഞ്ഞു? അവരകത്ത് വന്നു. അപ്പത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് എല്ലാം ശരിയാക്കി ക്ലീനാക്കി. വരുന്നതിന് മുന്നേ വിളിച്ചിരുന്നു കേട്ടോ, 10 മിനിറ്റ് മുന്നേ വിളിച്ചിരുന്നു. കാരണം അവര് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പന്തികേട് തോന്നിയാൽ അവർ കുഞ്ഞിനെ കൊണ്ടൊക്കെ പോകും കേട്ടോ. അത് നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഹെൽത്ത് എന്നുള്ള ആൾക്കാർ അത്രയും സ്ട്രിക്റ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് കുഞ്ഞിനെ കാര്യം നമ്മൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ കാരണം റൂം മൊത്തം കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുമല്ലായിരുന്നോ. അതുകൊണ്ട് പെട്ടിയും കാര്യങ്ങളും ബെഡും എല്ലാം ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അക്കോമഡേഷൻ മാറിയിട്ടില്ലല്ലോ, നമ്മളിപ്പം ടെമ്പററി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പേടിച്ച് തന്നത്. എന്തായാലും ഹെൽത്ത് നാൾ വന്നു, കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഓക്കെയാണ്. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ കുഞ്ഞിനെ A to Z നോക്കി അല്ലേ? കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കി, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹെഡിന്റെ വലിപ്പം നോക്കി, കുഞ്ഞിന്റെ മേല് മൊത്തം പരിശോധിച്ചു. എന്തെങ്കിലും പാടോ എന്തെങ്കിലും ചതവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കിട്ടോ, എന്തെങ്കിലും എന്തോന്ന് കമത്തി മലത്തി എല്ലാം ഇട്ട് നോക്കിട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് വന്നപ്പോൾ ഇച്ച കുഞ്ഞുബേബിനെ നോക്കുന്ന കുഞ്ഞുബേബി ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇല്ലേ ചേ? കാരണം നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും നമ്മളിവിടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രസവം കഴിഞ്ഞ് അമ്മേനെ ശുശ്രൂഷിക്കുന്നതും ഇവിടെ ശുശ്രൂഷിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 3 മാസം സമയം അമ്മയും കുഞ്ഞും പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലൊരു റൂമിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതൊക്കെ ഇല്ലേ, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കും, പുറത്തൊന്നും ഇറങ്ങരുത് 3 മാസം വരെ, അങ്ങനത്തെ ഒരു സ്കീം ഉണ്ടല്ലോ. അപ്പം പക്ഷെ അതുപോലെയല്ല ഇവിടെ ഇവർ വന്നപ്പോൾ തന്നെ ഇന്ന് വന്ന കൗൺസിൽ നാള് ഫസ്റ്റ് ചോദിച്ചത് എൻ്റെ കാര്യങ്ങളാട്ടോ ഇല്ലേ? കുഞ്ഞുവിനെ ചോദിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളതാണ് അവർ വന്നിട്ട് ഫസ്റ്റ് ചോദിച്ചത്. പുറത്തിറങ്ങാറുണ്ടോ അതോ വീടിനുള്ളിൽ തന്നെയാണോ, മീൻസ് വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുവാണോ,
പുറത്തൊക്കെ ഇറങ്ങാറുണ്ടോ, ഫ്രഷ് എയർ ഒക്കെ കൊള്ളാറുണ്ടോ, ജസ്റ്റ് വാക്കിനൊക്കെ പോകണം, പുറത്ത് ജസ്റ്റ് ഈവനിങ് വാക്കിനൊക്കെ പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്നത് നമ്മൾ നേരെ തിരിച്ചാണല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും, പുറത്തൊന്നും പോകത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. എന്താ റൂമിന് പുറത്തിറങ്ങരുതെന്നൊക്കെ ഉണ്ട് കുറെ, എത്ര ദിവസം വരെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടില്. ഇവിടെ നേരെ തിരിച്ചാണ്. 2 ആഴ്ച ആകുമ്പോഴേക്ക് ഇവിടെയുള്ള ആൾക്കാര് കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് എനിക്ക് എന്തെങ്കിലും മാനസികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാറൊന്നുമില്ലേ? ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ കാരണം ഇച്ച തന്നെയാട്ടോ. എന്റെ കാര്യങ്ങളൊക്കെ അത്രയാണ്. തള്ളലടാ. അപ്പൊ ഇനി എനിക്ക് ഒരു വട്ടം കൂടെ ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യം അത്രേ ഉള്ളൂ. കുഞ്ഞു ബേബീൻ്റെ കാര്യം എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പൊ ഇച്ചേ ഇനി കുഞ്ഞു ബേബീൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്ക്. നീ എന്താ പത്രസമ്മേളനത്തിലൊക്കെ ഒന്നാണ് ഇരുന്ന പോലെ ഇരിക്കുന്നേ? അതാ, നമസ്കാരം, മുൻഷിയിലേക്ക് സ്വാഗതം. നീ വലിയ മുൻഷിയാവല്ലേ, നീ അപ്പൊ കൂട്ടുകാരെ, ഞാൻ മിണ്ടുന്നുണ്ട്, നീ മിണ്ടുന്നില്ല. എല്ലാരും കളിക്കും കേട്ടോ. കുഞ്ഞു ഭയങ്കര കളിയില്ല കേട്ടോ. കുഞ്ഞു ബേബികൾക്ക് അല്ലെ, കുഞ്ഞുമക്കൾക്ക് നമ്മുടെ നാട്ടില് പിള്ളേർക്ക് നമ്മള് കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കൂലേ? പറഞ്ഞിട്ട് കണ്ണിന്റെ അടുത്ത് ഇങ്ങനെ തൂക്കിയിടില്ലേ, അവളുടെ ശ്രദ്ധ എത്താനാന്നും പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ, കുറെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കത്തില്ലേ? പക്ഷെ അവരിവിടെ വന്നപ്പോ പറഞ്ഞു കളിപ്പാട്ടങ്ങളൊന്നും നമ്മൾ ഇവിടെ വാങ്ങിക്കരുത്. ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ കളിപ്പാട്ടത്തിനൊന്നും ആവശ്യമില്ല. അവരുടെ ഇപ്പത്തെ കളിപ്പാട്ടാവേണ്ടത് സ്വന്തം അമ്മയും അപ്പനും ആണെന്നാണ് അവര് പറഞ്ഞത്. ഇത് വന്നിട്ട് അപ്പൊ കുഞ്ഞിന്റെ കളിപ്പാട്ടമാണ് ഞാൻ ശരിക്കും പറയാൻ ഞങ്ങൾ രണ്ടും. ഇപ്പൊ കുഞ്ഞ് കുറച്ച് വലുതൊക്കെ ആയി കഴിയുമ്പം കുഞ്ഞിന് ഇപ്പൊ എന്തിനും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കും. 6 മാസമൊക്കെ കഴിയുമ്പോ അല്ലേ? 6 മാസം കഴിയും. 6 മാസമൊക്കെ വരെ നമ്മളെ തന്നെ ഇങ്ങനെ അടുത്ത് ചെന്ന് നമ്മളുടെ ഒച്ചയും നമ്മുടെ രണ്ടുപേരുടെയും അതേപോലെ ഇവിടെയുള്ള നമ്മുടെ ഫാമിലീസ് ആരൊക്കെയാണ് അവരുടെ ഒച്ചയും നമ്മൾ കൂടുതൽ അവരോട് സംസാരിക്കുക, അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. അതായത് ആക്ടിവിറ്റീസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൈയും കാലും സ്ട്രെച്ച് ചെയ്യുക. നമ്മൾ കിലിക്കയും കൊണ്ടാണ് നാട്ടിൽ ഇങ്ങനെ എന്താ പറയാ കൊച്ചിനെ ശ്രദ്ധ ഇതാക്കുക. പക്ഷേ ഇവര് പറയുന്നത് നമ്മൾ ഓരോ സൈഡിലും മാറി മാറി നിന്നിട്ട് നമ്മൾ വിളിച്ചു വെക്കുക. നമുക്ക് കളിപ്പാട്ടൊന്നും വേണ്ട. കുഞ്ഞു ബേബിനെ ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ രണ്ടും വിളിക്കുമ്പോൾ അവള് കറക്റ്റ് തക്ക് മുക്ക് നോക്കുന്നുണ്ട്, അതേപോലെ ചിരിക്കുന്നുണ്ട്. അവൾക്ക് നമ്മളാന്ന് മനസ്സിലായി അവള് ഫീലിങ്സ് പുറത്ത് കാണിക്കുന്നുണ്ട്. അത്രയാണ് ഈ പ്രായത്തിൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പ്രായത്തിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുമക്കൾ മെയിനായിട്ട് ചെയ്യേണ്ട കുഞ്ഞുമക്കളുടെ പ്രധാന ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഒറ്റൊരു കാര്യമാണ് ഉറക്കം. കുഞ്ഞുമക്കൾ ഈ പ്രായത്തിൽ ഫുൾ ടൈം ഉറക്കമായിരിക്കണം. ഫുൾ ടൈം വെച്ചാൽ 24 മണിക്കൂറല്ല, മെജോറിറ്റി ഓഫ് ടൈമിലും കുഞ്ഞുമക്കൾ ഉറക്കത്തിലായിരിക്കണം. ആ ഉറങ്ങുമ്പോഴാണ് കുഞ്ഞുമക്കൾ അവരുടെ വളർച്ചയും അവരുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം വളർച്ചയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുക. നമ്മൾ കുഞ്ഞുമക്കളെ എണീപ്പിച്ച് കളിപ്പിക്കാനോ ഉറങ്ങി കിടക്കുന്ന പിള്ളേരൊക്കെ എണീപ്പിച്ച് കളിപ്പിക്കാന്നൊക്കെ പറയില്ലേ, നാട്ടിൽ ഇങ്ങനെ കളിപ്പിക്കരുതെന്നൊക്കെ പറയില്ലേ, അതിന്റെ പിന്നിലുള്ള അങ്ങനെ പറയൂലേ നാട്ടിൽ മീൻസ് ചില ആൾക്കാർ കേട്ടോ, ചില ആൾക്കാർ ഇങ്ങനെ കുഞ്ഞുമക്കൾക്ക് ഉറങ്ങുന്ന കാണുമ്പോൾ ഇത് കുഞ്ഞ് ഏത് സമയവും കാണുന്ന ഉറക്കാണല്ലോ, ആക്റ്റീവ് അല്ലല്ലോ, അങ്ങനെയൊക്കെ പറയത്തില്ലേ പിള്ളേരെ പറ്റി. അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് കേട്ടോ. കാരണം അവർക്ക് അതാണ് വേണ്ടത്. ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത് പാല് കുടിക്കുക, ഉറങ്ങുക, പൊതുവെ പകൽ സമയത്തിനെക്കാട്ടിലും ഈവനിങ് ടൈമില് ഇവര് പാല് കൂടുതൽ കുടിക്കും. അപ്പൊ അത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നു വേണ്ട കേട്ടോ. ആരും കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ അല്ലേ കുഞ്ഞു? അതേപോലെ തന്നെ പാല് കുടിക്കുമ്പോൾ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ടമ്മി ടൈം. നമ്മൾ കുഞ്ഞിനെ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് നേരം കുഞ്ഞിങ്ങനെ കിടക്കാറ്. അപ്പൊ കുഞ്ഞിനെ കമത്തി കൈ വെച്ചിട്ട് മുഖം കുത്താത്ത രീതിയിൽ, അതായത് വയറ് നിലത്ത് തട്ടുന്ന രീതിയിൽ അങ്ങനെ കടത്തണം. വയറ് നിലത്തിൽ അടിവശം അങ്ങനെ കടത്തണം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കിടത്തുക, എന്നിട്ട് നേരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് വെക്കുക, എന്നിട്ട് അവർക്ക് നേരെ വെക്കുക. അല്ലാണ്ട് അപ്പാടങ്ങ് കിടത്തിട്ട് പോരുത് കേട്ടോ. കുഞ്ഞുമക്കളല്ലേ, തല ഉറക്കാത്തത് കാരണം
മൂക്ക് കുത്തിപ്പോവാതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഹെൽത്തി ആക്കാനും അവരുടെ പൂവൊക്കെ ഇടുന്നത് അപ്പി ഇടുന്നത്. അപ്പൊ അപ്പി ഇടുന്നതൊക്കെ എന്താടാ അപ്പ നീ നോക്കാത്ത കൊച്ചിനെ? അപ്പ എടുക്കാഞ്ഞിട്ട് ശങ്കടായിപ്പോയോ? അപ്പൊ കൂട്ടുകാരെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതാണ്. ഓക്കേ.